പാറശാല പരശുവയ്ക്കലിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഒരു യാത്രക്കാരിക്ക് പരിക്കേറ്റു. റെയിൽവേ മേൽപ്പാലത്തിലെ പൈപ്പിൽ നിന്ന് വെള്ളം ദേഹത്തേക്ക് വീണാണ് പരിക്കേറ്റത്. മേൽപ്പാലത്തിനോട് ചേർന്നുള്ള റെയിൽവേ ട്രാക്കിലേക്ക് വീഴാതിരുന്നത് ഒരു വലിയ അപകടം ഒഴിവാക്കിയെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന്. നമുക്ക് ആദ്യം ആ ദൃശ്യമൊന്ന് കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൃശ്യത്തിലേക്ക് ഭയങ്കര പോയി. ഭയങ്കര പോയി. വളരെ ഫോഴ്സിൽ വന്ന വെള്ളം കടന്നു പോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അവർക്ക് പരിക്കേറ്റതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MG പ്രതീഷ് ചേരുന്നു, തിരുവനന്തപുരത്ത്. പ്രതീഷ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വെള്ളത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലൂടെ പോകുന്ന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. പൊട്ടി ശക്തമായി വെള്ളം പുറത്തേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ റോഡ് മുറിച്ചു കിടക്കാൻ ഒരു യാത്രക്കാരി ശ്രമിച്ചു. അങ്ങനെ യാത്രക്കാരി ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഈ ശക്തിയായ പവറിൽ ഈ വെള്ളം യാത്രക്കാരിയുടെ ദേഹത്തേക്ക് പതിച്ചത്. തുടർന്ന് അവർ അവിടെ മറിഞ്ഞ് വീഴുകയായിരുന്നു. ഈ തൊട്ട് ചേർന്ന് മേൽപ്പാലമാണ്, തൊട്ട് ചേർന്ന് റെയിൽവേ ട്രാക്കാണ് താഴെയുള്ളത്. താഴെ വീണിരുന്നെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാകുമായിരുന്നത്. അത്തരത്തിലൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ആ യാത്രക്കാരി രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെ ഈ ചരക്ക് വാഹനം മറ്റോ പോയപ്പോൾ ഈ പൈപ്പ് പൊട്ടിയതായിരിക്കാമെന്നതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഈ സമയം വരെയും ഈ പൈപ്പ് ഇതുവരെയും ശരിയാക്കിയിട്ടില്ല. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേൽപ്പാലം കൂടിയാണ്. രാവിലെ ഈ നിരവധി ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ ഇതിൽ അപകടത്തിൽപ്പെട്ടു എന്നതാണ് നാട്ടുകാർ അറിയിക്കുന്ന കാര്യം. അതിൽ ഒരു യാത്രക്കാരി അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ലൂടെ കാണാൻ കഴിയുന്നത്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് ആ നാട്ടുകാർക്കും സമീപത്തുള്ള ആളുകൾക്കും ഉള്ളത്. SK, എന്തായാലും വാട്ടർ അതോറിറ്റി എത്രയും വേഗം ഇടപെടട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം വളരെ ഫോഴ്സിൽ വരുന്ന വെള്ളമടിച്ചാണ് സ്ത്രീ വീണത്. അവർക്ക് പരിക്കേറ്റതും അങ്ങനെയാണ്.